ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത റൊമാൻറ്റിക് പോയട്രി ഹിസ്റ്ററിയിൽ നിന്ന് അല്പം വിഭിന്നമായിട്ട് ലിറ്ററേച്ചറിൻ്റെ ഒരു മേഖലയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ലിറ്ററേച്ചറും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ. അത് തന്നെയാണ് സാഹിത്യവും ചെയ്യുന്നത്. ലിറ്ററേച്ചർ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡിക്കലായിട്ടുള്ള ഫോർമാറ്റാണ്. അപ്പോൾ ലിറ്ററേച്ചറും ഹിസ്റ്ററിയും അത് രണ്ടും രണ്ടാണെന്ന് തിരിച്ചു കാണേണ്ട കാര്യമില്ല. രണ്ടും ഒരേ കാര്യത്തിൻ്റെ തന്നെ രണ്ട് വശങ്ങൾ പോലെ കണക്കാക്കിയാൽ മതി. ക്ലാസിക്കൽ ഏജിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒരു വിടുതൽ നേടുന്നത് 1800-കളിലാണ്. ഒരു പക്ഷെ അതിനു മുൻപേ റൊമാൻറ്റിക്സിസം, അതായത് കാൽപ്പനികത, പ്രകൃതിക്ക് അല്ലെങ്കിൽ ഇമാജിനേഷനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കവിതകൾ, കഥകൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലിറ്റററി വർക്കുകൾ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് നമ്മൾ നേരത്തെ കണ്ട ബ്ലെയ്ക്ക് ആയാലും അതുപോലെ തന്നെ ബേൺസ് ആയാലും, അവരൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. പക്ഷേ എപ്പോഴും റൊമാൻറ്റിസിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി വില്യം വേർഡ്സ്വർത്താണ്. അതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞു. ലിറിക്കൽ ബല്ലാഡ്സ് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം അദ്ദേഹം ഒറ്റയ്ക്കല്ല, സാമുവൽ ടൈലർ കോൾറിഡ്ജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സഹയാത്രികൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ലിറ്റററി വർക്ക് ചെയ്തിരുന്നൊരു വ്യക്തി, ആളുടെ ഇൻഫ്ലുവൻസ് കൂടി ആ പുസ്തകത്തിനകത്തുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഒരു കോമ്പിനേഷനാണ് ഈ റൊമാൻറ്റിസിസം സ്റ്റാർട്ടാവാനുള്ള കാരണം. അതുവരെ നിലനിന്നിരുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള കവിത എഴുതുന്ന രീതിക്കോ സാഹിത്യരചനകൾക്കോ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിനെ അനുഷ്ഠിച്ചു പോരുന്നൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി, അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പുതിയ വിഭാഗം കടന്നു വരുന്നത്. അപ്പോൾ ഇവർ എഴുതിയ പുസ്തകത്തിൽ ഇവർ വളരെ ക്ലിയർ ആയിട്ട്, അത് 2 വോളിയൂംസിലാണ് എഴുതിയത്. ലിറിക്കൽ ബലാഡ്സ് തന്നെ 2 വോളിയത്തിലാണ്. 1798 ഫസ്റ്റ് എഡിഷനും 1800 സെക്കൻഡ് എഡിഷനും പുറത്തിറക്കി. സെക്കൻഡ് എഡിഷനിൽ അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് ഞങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ രീതി, റൊമാൻറ്റിസിസം എന്ന പുതിയ രീതി എന്താണെന്ന് വളരെ കൃത്യമായിട്ട് വേർഡ്സ്വർത്ത് അതിൻ്റെ പ്രിഫേസിൽ നമ്മളോട് പറയുന്നുണ്ട്. നമ്മളോട് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ പൊതുസമൂഹത്തോട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രിഫേസ് കണ്ടിട്ടാണ് പലരും വില്യം വേർഡ്സ്വർത്തിനെ റൊമാൻറ്റിസിസത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ബ്ലെയ്ക്കും ബേൺസൊക്കെ എഴുതിയിരുന്നത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് വില്യം വേർഡ്സ്വർത്ത്. നിങ്ങൾ ബ്ലെയ്ക്കിൻ്റെ ഇയർ നോക്കുക, അദ്ദേഹം 1780-കളിലാണ് പോയം എഴുതിയിട്ടുള്ളത്. ബേൺസിനെ നോക്കുക, അദ്ദേഹം 1759 മുതൽ 96 വരെയുള്ള കാലഘട്ടമാണ്. പക്ഷേ വില്യം വേർഡ്സ്വർത്ത് മുന്നോട്ട് കടന്നു വരുന്നത് 98-ലാണ്. അപ്പോൾ ഇവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞിട്ട് വന്ന ആളാണ്, പക്ഷേ ഇതിൻ്റെ ഒരു വക്താവായിട്ട് മാറുന്നു. അതുപോലെ തന്നെ വില്യം വേർഡ്സ്വർത്തിൻ്റെ കവിതകളുടെ ഒരു ശക്തി, അദ്ദേഹത്തിന് നേച്ചർ എത്രത്തോളം, പ്രകൃതി എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് വളരെ ക്ലിയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിലുണ്ടായ അദ്ദേഹത്തിന് പ്രകൃതിയുമായിട്ട് അടുത്തിടപഴകാൻ കിട്ടിയ അവസരങ്ങളായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തെ അത്രമേൽ പ്രകൃതിയിലേക്ക് അട്രാക്റ്റ് ചെയ്തു. അപ്പോൾ കണ്ടും പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളെ കൃത്യമായിട്ട് ഒരു പിക്ചറൈസേഷൻ കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നു എന്നുള്ളതാണ് അദ്ദേഹം നൽകിയ, അല്ലെങ്കിൽ അദ്ദേഹം സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്ത ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറയും. അപ്പോൾ അങ്ങനെ പുതിയൊരു സാഹിത്യ ശാഖയ്ക്ക് തുടക്കം കുറിക്കപ്പെടുകയാണ്. നമ്മളിനി കാണാൻ പോകുന്നത് വില്യം വേർഡ്സ്വർത്തിനെ കുറിച്ചിട്ടാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ കൊളീഗ് എന്ന് വിളിക്കാവുന്ന
സാമുവൽ ടൈലർ കോൾറിഡ്ജിനെ കൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടും. അപ്പോൾ 2 ലിറ്റററി വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ റൊമാൻറ്റിസിസത്തെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഭാഗമാക്കി തീർത്ത, കൺവെൻഷനലായിട്ടുള്ള നിയോ ക്ലാസിക്കൽ പീരീഡിന് എൻഡ് കുറിച്ച 2 വ്യക്തിത്വങ്ങളെയാണ് നിങ്ങളിന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വില്യം വേർഡ്സ്വർത്തിലേക്ക് കിടക്കാം. 1770 to 1850, ഓൾമോസ്റ്റ് 80 വയസ്സ് വരെ ജീവിച്ചു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഒരുപാട് കൃതികൾ എഴുതാനും ഒരുപാട് സാഹിത്യ മേഖലയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. ഹി വാസ് ദ സൺ ഓഫ് എ ലോയർ അറ്റ് കോക്കർമൗത്ത് ഇൻ Cumberland. He spent his boyhood days among the simple folk of the countryside. വളരെ സാധാരണക്കാരനായിട്ട് ഒരു ഗ്രാമപ്രദേശത്തിൽ ജനിച്ച് വളർന്ന വ്യക്തിയാണ് ഈ പറയുന്ന വില്യം വേർഡ്സ്വർത്ത്. പക്ഷെ അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഒരു ലോയറുടെ മകനായിട്ടാണ് ജനിച്ചത്. അച്ഛൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ സാമ്പത്തികപരമായിട്ട് അത്ര പരാധീനതയിലുള്ളൊരു കുടുംബമൊന്നുമല്ല. നമ്മൾ ബ്ലേക്കിനെയും ബേൺസിനെയും ഒക്കെ കണ്ടു. അവർക്ക് ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷനും ലഭിച്ചിട്ടില്ല, കാരണം അവരുടെ വീട്ടിൽ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വില്യം വേർഡ്സ്വർത്തിൻ്റെ അവസ്ഥ ഇത്തിരി കൂടി ബെറ്ററാണ്. അദ്ദേഹത്തിന് എഡ്യൂക്കേഷൻ കൊടുക്കാനും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാനും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നേടിയെടുക്കുകയാണ്. ദി ഇൻഫ്ലുവൻസ് എക്സേർട്ടഡ് ഓൺ ഹിം ബൈ ദിസ് ഏർലി സറൗണ്ടിങ്സ് വാസ് ഗ്രേറ്റ്. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അദ്ദേഹം ജീവിതത്തിൽ കണ്ട് പരിചയിച്ച് വന്ന സാഹചര്യങ്ങളാണ് അദ്ദേഹത്തെ ഇത്രമേൽ ഇൻഫ്ലുവൻസ് ചെയ്ത്. അതുകൊണ്ട് തന്നെയാണ് നേച്ചർ അദ്ദേഹത്തിന് ഇത്രയും താല്പര്യമുള്ളൊരു കാര്യമായത്. കാരണം ഗ്രാമപ്രദേശങ്ങളുടെ ഒരു ഭൂപ്രകൃതി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിലൊക്കെ 1700-കളിലൊക്കെ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് ജീവിക്കുന്ന രാജ്യമാണ്. പക്ഷെ അവർക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത 1-2 പ്രോഡക്ട്സ് മാത്രമാണ് അവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് സുഗന്ധവ്യഞ്ജനങ്ങൾ, സ്പൈസസിന് വേണ്ടിയിട്ട് അവർ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വന്നു. ടൊബാക്കോയ്ക്ക് വേണ്ടിയിട്ട് അവർ അമേരിക്കയിലേക്ക് പോയി. ശ്രീലങ്കൻ നാടുകളിൽ കറങ്ങിയിട്ടാണ് അവർക്ക് തേയില, ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ കൺട്രീസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, തേയില കിട്ടുന്നത്. പരുത്തി, കോട്ടൺ, അവരുടെ കയ്യിൽ ആകെയുള്ള ടെക്നോളജി മാത്രമാണ് എങ്ങനെ പരുത്തി എന്ന റോ മെറ്റീരിയലിനെ കോട്ടൺ ഡ്രസ്സുകളാക്കി മാറ്റാം. അതിനുള്ള മിഷനറീസ്, അതിനുള്ള സ്ഥാപനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. പക്ഷേ ഈ പരുത്തി കൃഷി ചെയ്യണ്ടേ, അതവർക്കറിയില്ല. അപ്പോൾ ഈ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്ത് താമസിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കോൺ, ബാർലി, ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ അവർ നല്ലോണം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഗ്രാമപ്രദേശത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രകൃതിയുടെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. ചെറുപ്പകാലം തൊട്ടേ ഇത് കണ്ടു വളർന്ന വില്യം വേർഡ്സ്വർത്തിനെ അതൊരുപാട് സ്വാധീനിച്ചു. അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. While he was studying at St. John's College, Cambridge, the French Revolution broke out, and he had an intense desire to visit France. അദ്ദേഹം സെൻറ്റ് ജോൺസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ് സെൻറ്റ് ജോൺസ് കോളേജ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏകദേശം 1770 ജനിച്ച വ്യക്തി എന്ന് പറയുമ്പോൾ 95-92 കാലഘട്ടത്തിലൊക്കെ ആയിരിക്കും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ടായിരിക്കും. ഈ സമയത്താണ് ഫ്രാൻസിൽ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത്. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്തെ പറഞ്ഞിരുന്ന കാര്യമാണ്. വേർഡ്സ്വർത്ത്, തോമസ് പെയിൻ, കോൾറിഡ്ജ്, ഇങ്ങനെ പലരും തുടക്കത്തിൽ ഇതിന് വല്ലാതെ അട്രാക്റ്റഡ് ആയിട്ട് സപ്പോർട്ടീവായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് പലരും പല വഴിക്ക് തിരിഞ്ഞിട്ടുണ്ടായിരിക്കാം. അവസാനം വരെ ഫ്രഞ്ച് റവല്യൂഷനെ അനുകൂലിച്ചുകൊണ്ട് നിന്ന വ്യക്തിയാണ് തോമസ് പെയിൻ. പക്ഷെ വില്യം വേർഡ്സ്വർത്തിന് സമരം തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഒരു റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഭയങ്കര ആഗ്രഹം, എങ്ങനെയും ഫ്രാൻസ് ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം ഇത്രയും വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്ന ഒരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ താൻ ഇത്രയും അടുത്തുള്ള രാജ്യത്തുണ്ടായിട്ട് ആ രാജ്യം വിസിറ്റ് ചെയ്യാൻ തനിക്ക് പറ്റിയില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കുമെന്നുള്ളത് വില്യം വേർഡ്സ്വർത്തിന് തോന്നുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഡിസയർ പൂർത്തീകരിക്കുകയാണ്. അദ്ദേഹം ഫ്രാൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്, ഫ്രഞ്ച് റവല്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഒപ്പം എന്താണ് ഫ്രാൻസിൽ നടന്നത് എന്ന് മനസ്സിലാക്കാൻ, കണ്ടറിഞ്ഞ് അത് ബോധ്യപ്പെടാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പാഷൻ, അതിൻ്റെ പുറത്താണ് അദ്ദേഹം ഫ്രാൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്. സൂൺ ആഫ്റ്റർ ഹിസ് ഗ്രാജുവേഷൻ വേർഡ്സ്വർത്ത് ഫുൾഫിൽഡ് ഹിസ് ഡിസയർ. ഗ്രാജുവേഷൻ ലഭിച്ച് ഡിഗ്രി പാസ്സായതോടുകൂടി അദ്ദേഹം നേരെ ഫ്രാൻസിലേക്ക് പോയി. കാരണം കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹമാണ് ഫ്രഞ്ച് റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഫ്രാൻസിലേക്ക് ഒന്ന് പോകണമെന്നുള്ളത്. വൈൽ ഇൻ ഫ്രാൻസ് ഹി ഫെൽ ഇൻ ലവ് വിത്ത് എ വുമൺ ആൻഡ് ഷീ ബോർ ഫോർ ഹിം എ ഡോട്ടർ. അപ്പോൾ ഫ്രാൻസിലേക്ക് പോയതും മാത്രമല്ല, അവിടെ ചെന്ന് ഒരു പെണ്ണിനെ കണ്ടു, ആളുമായിട്ട് പ്രണയത്തിലായി. ആ പ്രണയബന്ധത്തിൽ ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്തു, മകൾ ഉണ്ടാവുകയാണ് ചെയ്തത്. പക്ഷേ പിന്നീടാണ് പെട്ടെന്ന് വേർഡ്സ്വർത്തിന് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ബട്ട് വെൻ ദ റെവല്യൂഷൻ ബിക്കെയിം മോർ ആൻഡ് മോർ ബ്ലഡി വേർഡ്സ്വർത്ത് ഫെൽറ്റ് സിക്കൻഡ് ആൻഡ് റിട്ടേൺ ടു ഹോം ലീവിങ് ഹിസ് ഫാമിലി ബിഹൈൻഡ്. ഭാര്യയെയും അല്ലെങ്കിൽ കാമുകിയെയും മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വേഗം ഫ്രാൻസിൽ നിന്ന് തിരിച്ചു പോന്നു. കാരണം ഫ്രാൻസിലെ റവല്യൂഷൻ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞിരുന്നു, കുറേ ക്രിട്ടിസൈസേഴ്സ് അതിനെ വിമർശിക്കുന്നുണ്ട്. ഭയങ്കര അനാവശ്യമായിട്ടുള്ള സമരമായിരുന്നു, ഒരുപാട് രക്തച്ചൊരിച്ചിലുകൾ കണ്ട വിപ്ലവമായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ എന്നൊക്കെ പലരും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ റവല്യൂഷൻ വളരെ മോശമായി. രാജാവിനെ കൊന്നു, രാജ്ഞിയെ കൊന്നു, നോബിൾസിനെ കൊന്നൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യം കണ്ടിട്ട് ആദ്യം തോന്നിയ ആ ഒരു പാഷൻ അദ്ദേഹത്തിന് എവിടെയോ നഷ്ടമായി. അദ്ദേഹം ഫ്രഞ്ച് റവല്യൂഷൻ മതിയാക്കി എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോരാൻ തീരുമാനിച്ചു. പക്ഷെ അവിടെ അദ്ദേഹം ചെയ്തൊരു തെറ്റ് എന്ന് പറയുന്നത്, കാമുകിയെയും മകളെയും ഫ്രാൻസിൽ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഇങ്ങോട്ട് തിരിച്ചു പോകും. Ever since, with his sister Dorothy, he settled down peacefully in the Lake District. തിരിച്ചു വന്നു. സഹോദരി ഉണ്ടായിരുന്നു. സഹോദരിയുടെ കൂടെ ഇംഗ്ലണ്ടിലെ ലേക്ക് എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അദ്ദേഹം താമസമാക്കി. Towards the evening of his life, Wordsworth became a reactionary, and he even condemned the Parliament Reform Bill of 1832. 1832 പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലിനെതിരെ വരെ അദ്ദേഹം വളരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരാളായിട്ട് മാറി. അതുവരെ വളരെ നല്ല രീതിയിൽ സാഹിത്യമൊക്കെ എഴുതി, അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കഥകളൊക്കെ എഴുതി, ഒന്നിനോടും പ്രതികരിക്കാതെ ഒന്നിലേക്കും ഇറങ്ങി വരാത്ത ഒരാളായിട്ട് ഒതുങ്ങി നിന്നിരുന്ന വ്യക്തി ജീവിതം മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ പ്രതിഷേധാത്മകമായിട്ട് പ്രതികരിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ തുടങ്ങി. And he even condemned the Parliament Reform Bill of 1832. The king rewarded him with an annual pension of £300, and after Southey's death in 1843, he was appointed the Poet Laureate. അപ്പോൾ ഈ രാജാവിന് അദ്ദേഹത്തിൽ ഭയങ്കര ഇമ്പ്രഷൻ ഉണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ബില്ല് മോശമാണ് അല്ലെങ്കിൽ ബില്ലിൽ തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കി അതിനെ എതിർത്ത വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം കണ്ടിട്ട് രാജാവ് അദ്ദേഹത്തിന് ഒരു പെൻഷനൊക്കെ ഏർപ്പെടുത്തി. £300 ഓരോ വർഷവും പെൻഷനായിട്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് സൗത്തി എന്ന് പറയുന്ന റൈറ്റർ, അദ്ദേഹമായിരുന്നു കൊട്ടാരം കവി. പോയിറ്റ് ലറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാര ആസ്ഥാന കവി എന്നൊക്കെയുള്ള പദവിയാണ്. അപ്പോൾ സൗത്തി ആയിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ആസ്ഥാന കവിയായിട്ട് അറിയപ്പെട്ടിരുന്നു. 1843 അദ്ദേഹം മരിച്ചപ്പോൾ ആ പദവി വില്യം വേർഡ്സ്വർത്തിന് കിട്ടി. വേർഡ്സ്വർത്ത് റൈറ്റിംഗ് പോയംസ് ഇൻ ഇമിറ്റേഷൻ ഓഫ് പോപ്പ്, അലക്സാണ്ടർ പോപ്പിനെയാണ് പറയുന്നത്. ബട്ട് സൂൺ he began to write independently of classical influence.
തുടക്കത്തിലൊക്കെ അദ്ദേഹവും ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ പീരീഡിൻ്റെയൊക്കെ വക്താവായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ആരും അങ്ങനെ മാറി ചിന്തിച്ചിരുന്നില്ല. നിലനിൽക്കുന്ന സമ്പ്രദായ പ്രകാരം തന്നെ എഴുതാനാണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് അലക്സാണ്ടർ പോപ്പാണ് നന്നായിട്ട് എഴുതിയിരുന്നത് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ട് വേർഡ്സ്വർത്തും പുസ്തകങ്ങൾ എഴുതാനായിട്ട് തുടങ്ങി. പക്ഷേ അതധികം നീണ്ടുപോയില്ല. വേർഡ്സ്വർത്തിന് തന്നെ തോന്നി ചെയ്തു വെച്ച വർക്കുകളും ചെയ്ത രീതിയും തന്നെ അവലംബിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പുതിയ മേഖല ക്രിയേറ്റ് ചെയ്യുന്നതാണെന്ന് അദ്ദേഹത്തിനൊരു തോന്നലുണ്ടായപ്പോൾ അദ്ദേഹം ഈ ഇമിറ്റേഷൻ പരിപാടിയൊക്കെ അവസാനിപ്പിച്ചു. ഇനി ആരെയും അനുകരിക്കുന്നില്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്വന്തസിദ്ധമായിട്ടുള്ളൊരു ശൈലിയിലേക്ക് മാറണം എന്നുള്ള താല്പര്യം അദ്ദേഹത്തിന് വന്നു. ഹിസ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് കൊളാബറേഷൻ വിത്ത് കോൾറിഡ്ജ് proved fruitful, and in 1798 they published jointly the epoch-making little book of poetry, the Lyrical Ballads. അപ്പോൾ അദ്ദേഹത്തിന് വഴിത്തിരിവുണ്ടാക്കിയത് സാമുവൽ ടൈലർ കോൾറിഡ്ജാണ്. അതുവരെ സെപ്പറേറ്റ് ആയിട്ട് നിന്ന രണ്ടുപേരും ആദ്യമായിട്ട് കൂടിച്ചേരുകയും 1798 റൊമാൻറ്റിസിസത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള അവരുടെ പുസ്തകം പുറത്തിറക്കുകയും ചെയ്തു. പുസ്തകത്തിന് അവരിട്ട പേരാണ് ലിറിക്കൽ ബല്ലാഡ്സ്. ഈ ലിറിക്കൽ ബല്ലാഡ്സിൽ അവർ വളരെ കൃത്യമായിട്ട് പറയാണ് ഇതുവരെ ലിറ്റററി വർക്കുകൾ പോയിരുന്നത് ക്ലാസിക്കൽ വർക്കുകളുടെ ചുവട് പിടിച്ച് അതിലുള്ള നിയമസംഹിതകൾ അനുസരിച്ച് അതിൻ്റെ ഹീറോയിക് കപ്ലറ്റ് പോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു ആവർത്തനം, ആ ആവർത്തനത്തിന് അവരിട്ട പേരാണ്, ആ കാലഘട്ടത്തിൻ്റെ പേരാണ് നിയോ ക്ലാസിക്കൽ പീരീഡ്. ക്ലാസിക്കൽ പീരീഡിൽ നിന്നും ഒരു പുതിയ ക്ലാസിക്കൽ പീരീഡിൻ്റെ വേർഷൻ, അതാണ് നിയോ ക്ലാസിക്കൽ. പക്ഷേ ഇവിടെ വേർഡ്സ്വർത്തും കോൾറിഡ്ജും വളരെ കൃത്യമായിട്ടുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. ഈ ക്ലാസിക്കൽ പീരീഡിൻ്റെ കാലഘട്ടം അവസാനിച്ചു, ഇനി പുതിയൊരു രീതി, എഴുതി വെച്ച വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമങ്ങളല്ല, ഒരു കവിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് കവിത എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് താല്പര്യത്തിനനുസരിച്ച് പല മേഖലയിലേക്കും ഡീവിയേറ്റ് ചെയ്ത് വിടണം. അതിനുള്ള സ്വാതന്ത്ര്യം ആൾക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ അവർ പുതിയൊരാശയം മുന്നോട്ട് വയ്ക്കുകയാണ്. ഇറ്റ് വാസ് എ പ്രില്യൂഡ് ടു ദ റൊമാൻറ്റിക് മൂവ്മെൻറ്റ് പ്രോപ്പർ. റൊമാൻറ്റിക് മൂവ്മെൻറ്റിനുള്ളൊരു തുടക്കം, പ്രില്യൂഡ് മീൻസ് മുൻഗാമി. അപ്പോൾ അതിൻ്റെ തുടക്കക്കാരാണ് ഈ പറയുന്ന പുസ്തകം പരിഗണിക്കപ്പെടുന്നത്. അതുവരെ നിലനിന്നിരുന്ന രീതിയിൽ നിന്നൊന്ന് മാറി ഒരു ഡീവിയേഷൻ എടുക്കുകയാണ്. നിയോ ക്ലാസിക്കൽ പീരീഡ് അവിടെ അവസാനിക്കുകയാണ്. 1798 നിയോ ക്ലാസിക്കൽ പീരീഡ് അവസാനിക്കുന്നു, റൊമാൻറ്റിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇറ്റ് ഇൻക്ലൂഡഡ് 2 ഫേമസ് പോയംസ് ഓഫ് വേർഡ്സ്വർത്ത് ആൻഡ് കോൾറിഡ്ജ്. The lines composed above Tintern Abbey and the rhyme of the Ancient Mariner. The enlarged second edition of the book appeared in 1800. 1800 അവരതിൻ്റെ സെക്കൻഡ് എഡിഷൻ ഇറക്കി. ആദ്യത്തേത് ചെറിയ പുസ്തകമായിരുന്നെങ്കിൽ സെക്കൻഡ് എഡിഷൻ അല്പം കൂടി എലാബറേറ്റ് ചെയ്ത് ഇറക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ആളുകൾക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കണം, എന്താണ് റൊമാൻറ്റിസിസം, എന്താണ് റൊമാൻറ്റിക് പോയട്രി. ഇത്രയും കാലം നമ്മൾ നിയോ ക്ലാസിക്കൽ പീരീഡിലായിരുന്നു. അതിൻ്റെ പ്രത്യേകത എന്ത്, റൊമാൻറ്റിക് പീരീഡിൻ്റെ പ്രത്യേകത എന്ത്, ഇങ്ങനൊരു മാറ്റം വരുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സമൂഹത്തിന് എന്ത് നേട്ടമുണ്ടാക്കാം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്പം കൂടി വലിയ പുസ്തകം പുറത്തിറക്കാൻ തീരുമാനിച്ചു. അതേ സെയിം പേരിൽ തന്നെ ലിറിക്കൽ ബല്ലാഡ്സ് എന്ന പേരിൽ സെക്കൻഡ് എഡിഷൻ പുറത്തിറക്കി. ഇൻ ഇറ്റ്സ് പ്രിഫേസ് വേർഡ്സ്വർത്ത് explained his theory of poetry. According to him, poetry is the breadth and finer spirit of all knowledge. എല്ലാ അറിവുകളുടെയും എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ശ്വാസം, അതിൻ്റെ ആത്മാവ് എന്ന് പറയുന്നത് എപ്പോഴും ഈ പോയറ്റിക് അല്ലെങ്കിൽ പോയട്രി എന്ന് പറയുന്ന ഈ ഒരു ഘടകമാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയാണ്, പോയട്രി എന്ന് പറയുന്നത്
വെറുതെ എന്തെങ്കിലും വാചകങ്ങൾ എഴുതി അതൊരു ലിറിക്കൽ അറേഞ്ച്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നതല്ല. അതെല്ലാ അറിവുകളുടെയും തുടക്കമാണ്. ആ അറിവിൽ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്. പിന്നെ അദ്ദേഹം പറയാണ്, ഇറ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് ദ ഇമോഷൻസ് റീകളക്റ്റഡ് ഇൻ ട്രാങ്ക്വിലിറ്റി ആൻഡ് ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. കവിത എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നല്ല, അത് തന്നെ ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണ് അവിടെ ഇദ്ദേഹം ഈ വാചകം പറഞ്ഞിരിക്കുന്നത്, ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. കവിത ഇങ്ങനെ ഉണ്ടായിട്ട് പുറത്തേക്ക് അത് തടഞ്ഞു നിർത്താൻ പറ്റാത്ത വിധം പുറത്തേക്ക് തള്ളി വരേണ്ട പവർഫുൾ ഫീലിംഗ് ആയിരിക്കണം. സ്പോണ്ടേനിയസ് ആണ്, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ബ്ലെയ്ക്കിനെ കുറിച്ചും ബേൺസിനെ കുറിച്ചും പറഞ്ഞപ്പോൾ ഒരു വാചകം കൃത്യമായിട്ട് പറഞ്ഞു, ദേ ആർ ബോൺ ആസ് എ പോയിറ്റ് നോട്ട് മെയ്ഡ്. ഉണ്ടാക്കിയെടുത്തതല്ല അവരെ പോയിറ്റായിട്ട്, അവർ ജനിച്ചതേ പോയിറ്റ്സ് ആയിട്ടാണ്. ആ രീതിക്ക് വില്യം വേർഡ്സ്വർത്ത് മാറ്റമൊന്നും വരുത്തുന്നില്ല. അദ്ദേഹം പറയുന്നു ശരിയാണ്, ഇതൊരു സ്പോണ്ടേനിയസ് ഓവർഫ്ലോയാണ്. പക്ഷെ ഇവിടെ വരുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ള നമ്മളുടെ ഇമോഷൻസാണ്. ഇൻ ദ പ്രിഫേസ് ഓഫ് ദി സെക്കൻഡ് എഡിഷൻ ഓഫ് ദ ലിറിക്കൽ ബലഡ്സ്, വേർഡ്സ്വർത്ത് attacked the manner and matter of the poets who were still following the neoclassical tradition. ഈ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ, പ്രിഫേസ് എന്ന് വെച്ചാൽ അറിയാലോ, ആമുഖം. ഈ ആമുഖത്തിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് വിമർശിക്കുകയാണ് പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്ത കവികളെയും സാഹിത്യകാരന്മാരെയും. കാരണം അവരിപ്പോഴും നിയോ ക്ലാസിക്കൽ പീരീഡ് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ക്ലാസിക്കൽ വർക്കുകളുടെ ചുവട് പിടിച്ച് പുതിയതെന്തെങ്കിലും ചെയ്യാൻ താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ പ്രകൃതിയെ ഉൾക്കൊള്ളിക്കാതെ, അല്ലെങ്കിൽ നമ്മളുടെ ഇമാജിനേഷൻ, തോട്ട്സ് അതിനെ ഉൾക്കൊള്ളിക്കാതെ നിലനിൽക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം സാഹിത്യകാരന്മാർ, അവരദ്ദേഹം ശക്തമായിട്ട് വിമർശിക്കുകയാണ് ഇതിൻ്റെ പ്രിഫേസിൽ. നിങ്ങളിനി മാറണം, മാറ്റം ഉൾക്കൊള്ളണം എന്ന് അദ്ദേഹം അവരോട് ആവശ്യപ്പെടുകയാണ്. His views were strongly opposed by the critics of the time, but Wordsworth was unmoved, and by the first quarter of the 19th century, the Romantic revival became an accomplished fact. അപ്പോൾ ഒരുപാട് പേര് അദ്ദേഹത്തെ വിമർശിച്ചു. കാരണം പുതിയൊരു രീതിയൊന്നും ആർക്കും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. എപ്പോഴും നമ്മൾ അങ്ങനെയാണ്, ഒരു കംഫർട്ട് സോൺ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യും. ഉദാഹരണം, ക്ലാസ് റൂം എടുക്കുക. കടന്നു വരുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൽ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തോന്നും? അയ്യോ, പുതിയ കോളേജ്, പുതിയ പ്രിൻസിപ്പൾ, പുതിയ സാറുമാർ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റേതായിട്ടുള്ള പുതിയ കുറേ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ സെക്കൻഡ് ഇയർ ആകുമ്പോൾ എന്താവും? ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, ഇവരൊക്കെ ഇങ്ങനെയൊക്കെയാണ്, നമ്മളിങ്ങനെയൊക്കെ ആയാൽ സാഹചര്യങ്ങൾ വലിയ മോശമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോവാം. തേർഡ് ഇയർ ആകുമ്പോൾ എന്താവും? ഓട്ടോമാറ്റിക്കലി 2 കൊല്ലം അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞങ്ങൾക്കിനി എങ്ങനെയൊക്കെ ആവാം, എങ്ങനെയൊക്കെ പോവും എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണയും. ഇത് തന്നെയാണ് ലിറ്ററേച്ചറിലും. ക്ലാസിക്കൽ പീരീഡിൽ ചെയ്തു വെച്ച കാര്യങ്ങളെ അതേ രീതിയിൽ ഫോളോ ചെയ്ത് ഒരു നിയോ ക്ലാസിക്കൽ പീരീഡ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കടന്നു വരുമ്പോൾ പേടിയാണ്, ഓ നിയോ ക്ലാസിക്കൽ പീരീഡ്, ക്ലാസിക്കൽ വർക്കിൻ്റെ ഒരു ആവർത്തനമായിരിക്കണം, അതിൽ കണ്ട രീതി, അതിലത്തെ കോമ്പോസിഷൻ അതേപോലെ തന്നെ ചെയ്യണം. ആദ്യത്തിന് ബുദ്ധിമുട്ടിയാലും കുറച്ച് പേര് ചെയ്തു വെക്കുമ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത വരുന്ന ആൾക്കാർ ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി, ഇതാണ് സാഹചര്യം, ഇതിനി മാറ്റാണ്ടിരുന്നാൽ മതി. ഏറ്റവും അവസാനത്തെ പുതിയ കാറ്റഗറി വരുമ്പോൾ അവർക്ക് പുതിയ ആശയം ഉണ്ടാവും, പക്ഷെ അവർക്കത് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു രീതിയുണ്ട്, അതിലൂടെ തന്നെ മുന്നോട്ട് പോകണം. അപ്പം അങ്ങനെ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു, മാറ്റത്തിന് താല്പര്യമില്ലാത്ത ആൾക്കാർ. അവർ വളരെ രൂക്ഷമായിട്ട് വിമർശിച്ചു വേർഡ്സ്വർത്തിനെ. എന്തിനാണ് ഇപ്പോൾ ഒരു മാറ്റം, എന്തിനാണ് ഇമാജിനേഷൻ കൊണ്ടുവരുന്നത്, നേച്ചറിന് എന്താണ് പ്രാധാന്യമുള്ളത്, ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചു. പക്ഷേ വേർഡ്സ്വർത്ത് പിന്മാറാൻ തയ്യാറായില്ല. വേർഡ്സ്വർത്തിന് ഒറ്റ കാര്യം ചെയ്തുള്ളൂ,
ആരെയും അങ്ങോട്ട് പോയിട്ട് ഭീഷണിപ്പെടുത്തിയൊന്നുമില്ല. നാളെ മുതൽ റൊമാൻറ്റിക് പോയട്രിയിൽ എഴുതിയാൽ മതി എന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ലേ. അദ്ദേഹം വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടേയിരുന്നു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ഇത് വായിക്കാനാണ് പുതിയ തലമുറ ആഗ്രഹിക്കുന്നത് എന്നും മനസ്സിലായപ്പോൾ കുറേ പേര് പതിയെ ഇതിൽ നിന്ന് ഷിഫ്റ്റ് ആവാനായിട്ട് തുടങ്ങി. അതുതന്നെയാണ് സംഭവിക്കുക. ആരാണോ അവിടെ നിലനിൽക്കുന്ന അവർ മാറ്റങ്ങൾ ഉൾക്കൊണ്ടേ പറ്റൂ. മാറ്റങ്ങൾ ഉൾക്കൊള്ളാതിരിക്കാൻ ആർക്കും നിലനിൽപ്പുണ്ടാവില്ല. ഞാൻ വാശി പിടിച്ചു, ഞാൻ റൊമാൻറ്റിസിസത്തിലേക്ക് മാറില്ല, ഞാൻ നിയോ ക്ലാസിക്കലിൽ തന്നെ നിൽക്കുള്ളൂ എന്നൊരു കൂട്ടം ആൾക്കാർ വാശി പിടിച്ചാൽ വായനക്കാരില്ലാണ്ടാവുമ്പോൾ അവർക്ക് എന്തായാലും മാറേണ്ടതായിട്ട് വരും. അപ്പോൾ അദ്ദേഹം പിന്നോട്ട് പോയില്ല. അതുകൊണ്ട് തന്നെ 19-ാം നൂറ്റാണ്ട് ഒരു പുതിയ ഉദയം കണ്ടു. റൊമാൻറ്റിസിസത്തിൻ്റെ ഒരു വലിയ കുതിച്ചുചാട്ടത്തിന് അത് വേദിയായി. ആഫ്റ്റർ ദി ലിറിക്കൽ ബല്ലഡ്സ്, വേർഡ്സ്വർത്ത് പബ്ലിഷ്ഡ് ഇൻഡിപെൻഡൻ്റ്ലി സെവറൽ വോളിയൂംസ് ഓഫ് പോയട്രി. ലിറിക്കൽ ബാലഡ്സ് മാത്രമാണ് അവർ ഒരുമിച്ച് എഴുതിയത്. ലിറിക്കൽ ബാലഡ്സ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും സെപ്പറേറ്റായി പ്രശ്നം ഉണ്ടായെന്നൊന്നും അർത്ഥമില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതാൻ തുടങ്ങി. സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരുത്തരും സെപ്പറേറ്റായി. ഹിസ് ലാർജസ്റ്റ് വർക്ക്, ദ പ്രില്യൂഡ് ആൻഡ് ദി എക്സ്കർഷൻ, ആർ ഓട്ടോബയോഗ്രഫിക്കൽ. രണ്ട് പ്രധാനപ്പെട്ട വർക്കുകൾ, അല്ലെങ്കിൽ വലിയ രണ്ട് വർക്കുകൾ, ഒന്ന് ദി പ്രില്യൂഡും രണ്ട് ദി എക്സ്കർഷനും. രണ്ടും ഓട്ടോബയോഗ്രഫിക്കലാണ്. ഒരു നമ്മളുടെ ജീവിതത്തെ ആസ്പദമാക്കി ആത്മകഥ എന്നൊക്കെ പറയും. അപ്പോൾ ആ നമ്മളുടെ ഒരു ആത്മകഥയുടെ അംശം അദ്ദേഹത്തിൻ്റെ ഈ കൃതികളിൽ വളരെ കൃത്യമായിട്ട് കാണാമായിരുന്നു. സം ഓഫ് ഹിസ് ഷോർട്ടർ പോയംസ് ലൈക്ക് മൈക്കൽ, ഇൻറ്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി, ദ റെസൊല്യൂഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ആർ എമംഗ് ദി വെൽ നോൺ പോയറ്റിക്കൽ കോമ്പോസിഷൻ ഇൻ ദി ലാംഗ്വേജ്. ഭാഷയിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വെച്ച് വളരെ മികച്ച കോമ്പോസിഷനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ കൃതികൾ. വളരെ ഷോർട്ടറാണെങ്കിലും അതിന് വളരെ വലിയ പ്രാധാന്യം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ കിട്ടി. അതിൻ്റെ കാരണം അദ്ദേഹം ഇമാജിനേഷനെയും നേച്ചറിൻ്റെ ബ്യൂട്ടിയെയും ഒക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളിലേക്ക് കൃത്യമായിട്ട് സാംശീകരിക്കാനായിട്ട് അദ്ദേഹത്തിന് പറ്റി. അത് വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു കൊടുത്തു. ദ ലേറ്റർ ഹാഫ് ഓഫ് ഹിസ് കരിയർ വാസ് അൺപ്രൊഡക്റ്റീവ് ഓഫ് ലിറ്റററി വർക്ക്. ഒരു വിധം കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പതുക്കെ ലിറ്ററേച്ചറിനോടൊക്കെ വിട പറഞ്ഞു. കാരണം അദ്ദേഹത്തിന് താല്പര്യമില്ലാതായി, എഴുതാനൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. ഹീ ഈസ് നൗ റിഗാർഡഡ് ആസ് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ നേച്ചർ പോയിറ്റ്സ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തി കവിത എഴുതുന്ന നാച്ചുറൽ പോയിറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തി, ഫസ്റ്റ് വൺ എന്ന് വേണമെങ്കിൽ വിളിക്കാനായിട്ട് പറ്റും. നേച്ചർ വാസ് എവ്രിതിങ് ടു ഹിം. ഇറ്റ് വാസ് ടു ഹിം ദി എംബോഡിമെൻറ്റ് ഓഫ് ദി ഡിവൈൻ സ്പിരിറ്റ്. ദൈവത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് പലരും കണക്കാക്കുന്നൊരു വിശ്വാസമാണ് നേച്ചർ ഈസ് ഗോഡ്, ഡ്യൂട്ടി ഈസ് അവർ വർഷിപ്പ്. അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ തിരിച്ചു വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്തി വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. കർമ്മമാണ് ഈശ്വരൻ. നമ്മളുടെ കർമ്മം നമ്മൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നതാണ് ഏറ്റവും വലിയ ഈശ്വര പ്രാർത്ഥന. ഇങ്ങനെ തന്നെയാണ് സമൂഹത്തിലെ പലരുടെയും ചിന്താഗതി. പ്രകൃതിയാണ് ഈശ്വരൻ. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പ്രകൃതിയിലെ ഒരു മാറ്റങ്ങളെയും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് മാറ്റാനായിട്ട് പറ്റുന്നില്ല. എന്തിനധികം പോകുന്നത്? കൊറോണ. നമ്മൾ എത്ര പേരിരുന്ന് പ്രാർത്ഥിക്കുന്നു മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. പ്രകൃതി എല്ലാത്തിനും ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രളയം അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ, ഇതിനൊക്കെ ഒരു സെറ്റ് ഓഫ് ടൈമുണ്ട്. ആ ഒരു ടൈമിനകത്ത് നിന്നുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത്. അപ്പം അത്തരത്തിൽ പ്രകൃതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള പല കാഴ്ചപ്പാടുകളും പലരും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാക്സിൻ്റെ തിയറി, കാൾ മാക്സ് പറഞ്ഞതും ഇത് തന്നെയാണ്. ഈശ്വരനല്ല പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്. ഇതൊരു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസമാണ്. ഒന്നൊന്നിനോട് കണക്റ്റഡായിട്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അതാരുടെയും അദൃശ്യമായിട്ടുള്ള കൈയൊന്നുമല്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഡിവൈൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് നേച്ചറാണെന്ന് വിശ്വസിച്ചിരുന്ന കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. അതിൽ അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള കുറ്റബോധം തോന്നിയിട്ടില്ല. കാരണം
അദ്ദേഹം ചെറുപ്പം തൊട്ടേ കാണുന്നത് ഈ ഒരു നേച്ചറിനെയാണ്. ഈ പ്രകൃതിയെ കണ്ടു വളർന്ന വ്യക്തിയാണ് വില്യം വേർഡ്സ്വർത്ത്. ഇൻ സിമ്പിൾ ലാംഗ്വേജ് ഹി റോട്ട് അബൌട്ട് ഇൻസിഡൻസ് ആൻഡ് സിറ്റുവേഷൻസ് ഓഫ് കോമൺ ലൈഫ്. സാധാരണക്കാരൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ലൈറ്റായിട്ട്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, ലൈറ്റ് ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഷ ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണം നിർബന്ധമില്ല. ചോസർ, ജെഫറി ചോസർ, വില്യം ലാംഗ്ലൻ, ഇവരൊക്കെ മികച്ച റൈറ്റേഴ്സാണ്, അതിലൊന്നും തർക്കമില്ല. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സിംപ്ലിഫൈ ചെയ്യാൻ അവർക്കറിയില്ല. കാര്യങ്ങൾ ചിലപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. പക്ഷെ വേർഡ്സ്വർത്ത് വളരെ കോമൺ ആണ്, നാച്ചുറലാണ്, സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് ആക്സെപ്റ്റബിളാണ്. ആ ഒരു ആക്സെപ്റ്റബിലിറ്റിയാണ് അദ്ദേഹത്തെ ഇത്രയധികം പോപ്പുലറൈസ് ചെയ്തത്. സം ഓഫ് ഹിസ് ലിറിക്സ് ആൻഡ് സോണറ്റ്സ് ആർ എമംഗ് ദ ബെസ്റ്റ് ഇൻ ദി ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലെ മികച്ച കവിതാ സമാഹാരങ്ങളായിട്ട് അല്ലെങ്കിൽ ഈരടികളായിട്ടും സോണറ്റ്സ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഷേക്സ്പിയറിൻ്റെ സോണറ്റ് നമ്പർ 16 മറ്റോ നിങ്ങൾ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് ഇയർ. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വില്യം വേർഡ്സ്വർത്തിൻ്റെയും സോണറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കപ്പെട്ട കാര്യങ്ങളാണ്. ബട്ട് ഇറ്റ് ഈസ് ടു ബി പോയിൻറ്റഡ് ഔട്ട് ദാറ്റ് മച്ച് ഓഫ് ഹിസ് പോയട്രി ഈസ് അൺഇൻസ്പയർഡ്, ഡൾ ആൻഡ് പ്രൊസൈക്ക്. അദ്ദേഹത്തിൻ്റെ പല കൃതികളും ഇപ്പോൾ ഈ പറഞ്ഞതല്ലാതെ മറ്റ് പല കൃതികളും വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. ലിറിക്കൽ ബല്ലാഡ്സ് വലിയ വിജയമായി, പ്രലൂഡ് വിജയമായി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൈക്കിൾ വിജയമായി, എക്സ്കേർഷൻ വിജയമായി. പക്ഷേ ഇവിടെ പരാമർശിക്കപ്പെടാത്ത പല കൃതികളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ. അതൊന്നും വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല. ബേസിക്കലി അതൊന്നും അത്ര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കൃതികളായിരുന്നില്ല. പിന്നെ വളരെ ഡള്ളായിട്ട്, വളരെ ഷാഡി ആയിട്ടുള്ള, മൂഡി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ട കൃതികളാണ്. മോറോവർ ഹിസ് ഈഗോയിസം ഓർ സെൽഫ് എസ്റ്റീം ഈസ് അൺപാരലഡ് ഇൻ ദി വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലെറ്റേഴ്സ്. ഈഗോയിസം എന്തായിരിക്കും? വാട്ട് ഈസ് ഈഗോ? ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നുള്ളൊരു ഭാവമാണ് ഈഗോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം എന്ത്? സ്വയം ഒരു എന്താ പറയുക, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ വിളിക്കുന്നതിൻ്റെ വേറൊരു വകഭേദം. അതാണ് സെൽഫ് എസ്റ്റീം. ഞാൻ സ്വയം ഉയർന്നതാണ് എന്നുള്ള ഒരു ധാരണ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹം മറ്റുള്ളവരുമായിട്ട് പകരം വയ്ക്കാനില്ലാത്ത ഒരാളായിട്ടാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അദ്ദേഹത്തെ കണക്കാക്കുന്നത്. അപ്പോൾ വലിയൊരു മേഖലയ്ക്ക് അല്ലെങ്കിൽ പുതിയൊരു ലക്ഷ്യത്തിന് അല്ലെങ്കിൽ പുതിയൊരു ഫീൽഡ് ഓഫ് ലിറ്ററേച്ചറിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് വില്യം വേർഡ്സ്വർത്ത്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാറ്റി നിർത്താൻ കഴിയാത്തൊരു ഏടായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹം തുടക്കം കുറിച്ച മേഖലയാണ് റൊമാൻറ്റിക് പോയട്രി. സാമുവൽ ടൈലർ കോൾറിഡ്ജ്, ഞാൻ പറഞ്ഞിരുന്നു അടുത്തത് നമ്മളിനി സാമുവൽ ടൈലർ കോൾറിഡ്ജിനെയാണ് കാണാനായിട്ട് പോകുന്നത്. ഒരു പക്ഷേ വേർഡ്സ്വർത്തുമായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നില്ലെങ്കിൽ സാമുവൽ ടൈലർ കോൾറിഡ്ജ് തീരെ അറിയപ്പെടാതെ പോയേനെ. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്കിനി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. 1772 to 1834, ഏകദേശം 58 അല്ലെങ്കിൽ 60 താഴെയുള്ള വയസ്സ് ജീവിച്ചിരുന്ന ഒരു വ്യക്തി. 62 വയസ്സ് ഏകദേശം പറയാം. He was the youngest of the 13 children of a country parson. പാർസൺ മീൻസ് ഗ്രാമപുരോഹിതൻ എന്നുള്ള അർത്ഥമാണ്, അല്ലെങ്കിൽ ഈ ഇടവക വികാരി എന്നൊക്കെ പറയും. ഒരു ചെറിയ ലിമിറ്റഡ് ഏരിയയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിട്ടുള്ള, പുരോഹിത ജോലി ചെയ്യാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ആൾ. പക്ഷേ ആ കാലഘട്ടത്തിൽ പുരോഹിതന്മാർക്ക് വിവാഹം എന്ന് പറയുന്നത് പോസിബിൾ ആയതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛന് 13 മക്കളിൽ 13ാമനാണ് ഇദ്ദേഹം. Even as a child, he was very imaginative and precocious. അപ്പം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചിന്താശേഷിയുള്ള, ആലോചിച്ച് കൂട്ടാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയും ഒപ്പം തന്നെ
പ്രായത്തിൽ കൂടുതൽ ബുദ്ധി കാണിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറയല്ലോ നിങ്ങൾ ചെറിയ വായിൽ വലിയ വർത്തമാനം പറയേണ്ടതാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചിരുന്ന, ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് സ്റ്റഡീസ് അറ്റ് ക്രൈസ്റ്റ് ഹോസ്പിറ്റൽ, കോൾറിഡ്ജ് വെൻറ്റ് ടു കേംബ്രിഡ്ജ്. Like Wordsworth, he was greatly influenced by the French Revolution. He was an idealist and wanted to reform the human race. മനുഷ്യകുലത്തെ തന്നെ നവീകരിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന, ഒപ്പം വേർഡ്സ്വർത്തിനെ പോലെ ഫ്രഞ്ച് റവല്യൂഷനിൽ വളരെയധികം അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു സാമുവൽ ടൈലർ കോൾറിഡ്ജ്. ഫോർ ദിസ് പർപ്പസ് ഹി മെയ്ഡ് എ സ്കീം കോൾഡ് പാൻറ്റിസോക്രസി. പാൻറ്റിസോക്രസി എന്ന് പറയുന്നത് അദ്ദേഹം രൂപകൽപ്പന ചെയ്ത പുതിയൊരു സിദ്ധാന്തമാണ്. എന്താണ് പാൻറ്റിസോക്രസി എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. ഓൾ ആർ ഈക്വൽ ഇൻ ദ കാറ്റഗറി ഓഫ് സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് എല്ലാവർക്കും സമൂഹത്തിൽ തുല്യ പ്രാധാന്യം ലഭിക്കുകയും തുല്യ അവകാശങ്ങളും ചുമതലകളും ഉള്ള വ്യക്തികളായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാം. ഒരു പരിധിയിൽ അല്ലെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ മാർക്സിസത്തിൻ്റെ, സോഷ്യലിസത്തിൻ്റെ മറ്റൊരു മുഖം. അതാണ് പാൻറ്റിസോക്രസി. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ഐഡിയ അദ്ദേഹത്തിന് കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇറ്റ് വാസ് ടു എസ്റ്റാബ്ലിഷ്ഡ് എ ഉട്ടോപ്യൻ റിപ്പബ്ലിക് ഇൻ അമേരിക്ക. ഉട്ടോപ്യൻ മീൻസ് ഇമാജിനേഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് നേടിയെടുക്കാൻ പറ്റാത്തത്, അതിനെയാണ് ഉട്ടോപ്യ എന്ന് പറയും. അത് തോമസ് മോർ എഴുതിയ പുസ്തകത്തിൻ്റെ പേരാണ് ഉട്ടോപ്യ. അദ്ദേഹത്തിൻ്റെ തേനും പാലും ഒഴുകുന്ന സമത്വ സുന്ദരമായിട്ടുള്ള റിപ്പബ്ലിക്കിന് അദ്ദേഹം ഇട്ട പേരാണ് ഉട്ടോപ്യ. അതൊരിക്കലും നടക്കാത്ത കാര്യങ്ങളെ പിന്നീട് കളിയാക്കി വിളിച്ചിരുന്നതാണ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ആൻ ഉട്ടോപ്യ. അതിപ്പോഴും കളിയാക്കുന്ന ഒരു പേര് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരു അമേരിക്ക റിപ്പബ്ലിക് എന്ന് പറയുന്ന ഒരു ഉട്ടോപ്യ ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. നടക്കാത്തതായതുകൊണ്ട് തന്നെയാണ് അതിന് ഉട്ടോപ്യ എന്ന് വിളിച്ചത്. ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ലായിരുന്നു. പിന്നെ ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടത്ര ഫണ്ട് സാമുവൽ ടൈലർ കോൾറിഡ്ജിൻ്റെ കയ്യിലില്ല. അതുകൊണ്ടും ഇതൊരു വലിയ പരാജയമായിട്ട് മാറി. ബട്ട് ഇറ്റ് കെയിം ടു നത്തിങ് ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ്. കോൾറിഡ്ജ് വാസ് ഫ്രജൈൽ ബോത്ത് ഫിസിക്കലി ആൻഡ് മെൻ്റലി. ഫ്രജൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോലമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സൗമ്യമായിട്ടുള്ള ക്യാരക്ടർ എന്നാണ് അർത്ഥം. അത് അദ്ദേഹം ആരോഗ്യപരമായിട്ടും അങ്ങനെയാണ്, ശാരീരികം മാത്രമല്ല മാനസികമായിട്ടും അദ്ദേഹം വളരെ ലോലമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. ആൻഡ് ദ സിറ്റുവേഷൻ വാസ് വേഴ്സൺഡ് ബൈ ഹിസ് അബ്ജക്റ്റ് അഡീഷൻ ടു ഓപ്പിയം. ഓപ്പിയം എന്താണെന്ന് അറിയാം? ഓപ്പിയം മയക്കുമരുന്നാണ്. കറുപ്പ് എന്ന് വിളിക്കുന്നത്, പണ്ട് കാൾമാക്സ് ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, റിലീജിയൻ ഈസ് ആൻ ഓപ്പിയം ടു മാൻ എന്നാണ് പറഞ്ഞത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അത് അദ്ദേഹത്തിന് മതത്തോടുള്ള വളരെ കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദേഷ്യം, അല്ലെങ്കിൽ മതത്തോടുള്ള താല്പര്യമില്ലായ്മ തുറന്നു കാണിക്കുന്നതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ്. മതമാണ് മനുഷ്യനെ ഇത്രയും മോശമാക്കി തീർക്കുന്നത്. ഇവിടെ ഇദ്ദേഹം അതൊന്നുമല്ല പറയുന്നത്. ഇദ്ദേഹം വളരെ കൂടുതലായിട്ട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നല്ലോണം മയക്കുമരുന്ന് അടിച്ചിരിക്കുന്ന നേരത്ത് അദ്ദേഹത്തിന് തോന്നിയതൊക്കെയാണ് എഴുതുന്നത്. ചിലപ്പോൾ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളും പോലും അദ്ദേഹം പലപ്പോഴും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്, ഒരു പക്ഷേ വേർഡ്സ്വർത്തിനെ കണ്ടുമുട്ടിയില്ലായിരുന്നുവെങ്കിൽ സാമുവൽ ടൈലർ കോൾറിഡ്ജ് എന്ന വ്യക്തി സാഹിത്യത്തിൽ അറിയപ്പെടുകയില്ലായിരുന്നു. ഹി വാസ് ഇൻഡോളൻറ്റ് ആൻഡ് അൺസ്റ്റഡി, ആൻഡ് നോ വണ്ടർ മോസ്റ്റ് ഓഫ് ഹിസ് വർക്ക്സ് ആർ ഫ്രാഗ്മെൻ്ററി. ഫ്രാഗ്മെൻ്ററി മീൻസ് ഇതാണ്, ഒരു സ്ഥിരതയില്ലായ്മ അല്ലെങ്കിൽ കൃത്യതയില്ലാത്ത ഒരവസ്ഥ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ഹി വാസ് അക്കോർഡിംഗ് ടു ലാംബ് റൈറ്ററാണ്, വരുന്നുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനുള്ള വ്യക്തിയാണ്. ആൻഡ് ആർച്ച് ഏഞ്ചൽ സ്ലൈറ്റ്ലി ഡാമേജ്ഡ്. ആർക്ക് ഏഞ്ചൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി കാട്ടുന്ന അല്ലെങ്കിൽ കൂട്ടായിട്ട് നടക്കുന്ന മാലാഖമാരെയാണ് ആർക്ക് ഏഞ്ചൽ എന്ന് പറയും. മിഖായൽ മാലാഖയൊക്കെ അതിൽപ്പെട്ട ആളാണ്. ലാംബ് പറയാണ് അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഏഞ്ചൽ തന്നെയാണ്, മാലാഖ തന്നെയാണ്. പക്ഷെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളുണ്ട്. സ്ലൈറ്റ്ലി ഡാമേജ്ഡ്,
എവിടേക്കോ എന്തൊക്കെയോ പോരായ്മ. അതാണ് അദ്ദേഹത്തിൻ്റെ ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൊണ്ട് അദ്ദേഹത്തിനുണ്ടായ ഏറ്റവും വലിയ നഷ്ടം. കോൾറിഡ്ജ് വാസ് എ ഫേമസ് പോയിറ്റ്, ക്രിട്ടിക് ആൻഡ് ഫിലോസഫർ. ഹിസ് ഫസ്റ്റ് വർക്ക്, പോയം ഓൺ വെറൈറ്റി സബ്ജക്റ്റ്, അപ്പിയർഡ് ഇൻ 1796. അപ്പോൾ ലിറിക്കൽ ബല്ലഡ്സ് എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം പുസ്തകം എഴുതി, പോയംസ് ഓൺ വാരിയസ് സബ്ജക്ട്സ്. The lyrical ballads published jointly by Coleridge and Wordsworth contained the rhyme of the Ancient Mariner, the most noteworthy contribution of Coleridge. ലിറിക്കൽ ബല്ലഡ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയ പോയം ദ റൈം ഓഫ് ദി ആൻഷ്യൻ മാരിനർ, ഇതാണ് അദ്ദേഹത്തെ കൂടുതൽ പോപ്പുലറൈസ് ചെയ്തതും അദ്ദേഹത്തിന് ഏറ്റവും വലിയ ജനപ്രീതി നേടിക്കൊടുത്തതും. ഇൻക്ലൂഡിംഗ് ദിസ് പോയം, there were 5 poetical pieces of Coleridge in the second edition of the book. നമ്മൾ പറഞ്ഞു 1800 സെക്കൻഡ് എഡിഷൻ പുറത്തിറങ്ങിയെന്ന് പറഞ്ഞിരുന്നു. അതിൽ അദ്ദേഹം 5 കവിതകൾ എഴുതി. ഇൻ ഹിസ് ബയോഗ്രഫിയ ലിറ്ററേറിയ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകം ബയോഗ്രഫിയ ലിറ്ററേറിയ, കോൾറിഡ്ജ് ഡിസ്ക്രൈബ്സ് ഹൗ വേർഡ്സ്വർത്ത് ആൻഡ് ഹി ഡിവൈഡഡ് ദി വർക്ക് ഫോർ ലിറിക്കൽ ബല്ലഡ്സ് ബിറ്റ്വീൻ ദം. അവർക്കിടയിൽ എങ്ങനെയാണ് ഈ പുസ്തകം എഴുതുന്നതിലുള്ള വിഭജനം നടന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. കോൾറിഡ്ജ് വാസ് ടു ഡീൽ വിത്ത് പേഴ്സൺ ആൻഡ് ക്യാരക്ടേഴ്സ് സൂപ്പർ നാച്ചുറൽ ഓർ അറ്റ്ലീസ്റ്റ് റൊമാൻറ്റിക്, വൈൽ വേർഡ്സ്വർത്ത് വാസ് ടു ഗീവ് ദ ചാം ഓഫ് ദി നോവൽറ്റി ടു തിങ്സ് ഓഫ് എവറി ഡേ. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഒരാൾ സൂപ്പർ നാച്ചുറൽ ക്യാരക്ടേഴ്സിനും അതുപോലെ തന്നെ അല്ലെങ്കിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഇമാജിനേഷനിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സിന് പ്രാധാന്യം കൊടുത്തപ്പോൾ നമ്മുടെ വേർഡ്സ്വർത്ത് നേരെ തിരിച്ചായിരുന്നു. അദ്ദേഹം ജീവിതത്തിൽ കാണുന്ന പ്രകൃതിയിലുള്ള ഡേ ടു ഡേ ലൈഫിൽ കണ്ടുമറന്ന കാര്യങ്ങളെ കണക്ട് ചെയ്തുകൊണ്ടാണ് എഴുതാനായിട്ട് ശ്രമിച്ചിരുന്നത്. കോൾറിഡ്ജ് അതർ ഇമ്പോർട്ടൻറ്റ് പോയംസ് ആർ, ഓർത്തു വയ്ക്കുക, ക്രിസ്റ്റബൽ, കുബ്ല ഖാൻ, ഡിജക്ഷൻ ആൻഡ് ഓഡ്. 3 പുസ്തകങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ക്രിസ്റ്റബൽ, കുബ്ല ഖാൻ ആൻഡ് ഡിജക്ഷൻ ആൻഡ് ഓഡ്. There is no dreamer like Coleridge in English literature, and his dreaming faculty gave distinction to his poems. വളരെ സ്വപ്നജീവിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. കാരണം ഈ മയക്കുമരുന്നൊക്കെ ഇങ്ങനെ അടിച്ച് കയറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പോവാത്ത ലെവലുകളില്ല. ദ സിംപ്ലിസിറ്റി ഓഫ് ഹിസ് ഡിക്ഷൻ ആൻഡ് ദ ഇമാജിനേറ്റീവ് പവർ ഓഫ് ഹിസ് വേഴ്സ് വേർ റിമാർക്കബിൾ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ ഒന്ന് സിംപ്ലിസിറ്റിയാണ്. കണ്ടൊരു കാര്യത്തെ അല്ലെങ്കിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നൊരു കാര്യത്തിന് വളരെ കൃത്യമായിട്ട് അതിന് സിംപ്ലിഫൈ ചെയ്തിട്ട് ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ പറ്റുന്നു. 2, അദ്ദേഹത്തെ പോലെ ഇമാജിനേഷൻ, സാങ്കല്പികത സൃഷ്ടിക്കാൻ കഴിയുന്ന മറ്റൊരു റൈറ്റർ ലിറ്ററേച്ചറിൽ ഇംഗ്ലീഷിൽ ഒരുപക്ഷെ ഉണ്ടാവില്ല. ഹിസ് മോസ്റ്റ് വാല്യുബിൾ പ്രോസ് വർക്ക് ഈസ് ബയോഗ്രഫിയ ലിറ്ററേറിയ, നേരത്തെ പറഞ്ഞതാണ്, എ ലിറ്റററി ഓട്ടോബയോഗ്രഫി. ഹിസ് ലെക്ചേഴ്സ് ഓൺ ഷേക്സ്പിയർ ആൻഡ് അതർ പോയിറ്റ്സ് ആർ വാല്യുബിൾ. ഷേക്സ്പിയറിനെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചൊക്കെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ലെക്ചേഴ്സ് മീൻസ് പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. ആസ് എ ട്രൂ റൊമാൻറ്റിസിസ്റ്റ്, he discarded the Augustan or classical idea of poetry as an art to instruct. അഗസ്റ്റീനിയൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ പീരീഡിലൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണ് കവിത എഴുതുക എന്ന് പറയുന്നത് പഠിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ അതിനെ ശക്തമായിട്ട് എതിർത്ത വ്യക്തിയാണ് ഈ പറയുന്ന കോൾറിഡ്ജ്. കാരണം അദ്ദേഹം പറയുന്നു അതൊരു ഇൻബോൺ സ്കില്ലാണ്, ആർക്കും അത് ഉണ്ടാക്കി കൊടുക്കാനൊന്നും ഒരിക്കലും പറ്റില്ല. The duty of the poet, according to Coleridge, is to provide pleasure through the medium of beauty. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാചകം. നേരത്തെ വേർഡ്സ്വർത്ത് പറഞ്ഞു ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഇദ്ദേഹം പറയുന്നു പോയിറ്റ് ഈസ് എ പേഴ്സൺ ടു പ്രൊവൈഡ് പ്ലഷർ എന്താ, സന്തോഷം, ത്രൂ ദ മീഡിയം ഓഫ് ബ്യൂട്ടി, സൗന്ദര്യം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യത്തെ ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് സന്തോഷം പകർന്നു തരാൻ കഴിയുന്നു അയാളെയാണ്, ആ വ്യക്തിയെയാണ് പോയിറ്റ് എന്ന് വിളിക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആളെയല്ല. ഒരു സൗന്ദര്യത്തെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ച് നിങ്ങൾക്ക് ആനന്ദം നൽകാനായിട്ട് സാധിക്കുക.
അപ്പോൾ രണ്ടുപേരുടെയും ആശയങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് അവർ റൊമാൻറ്റിസിസം എന്നൊരു പുതിയ മേഖല തുറന്നിടാനായിട്ട് കാരണം. അപ്പോൾ നമ്മളിന്ന് കണ്ടത് രണ്ടുപേരെയാണ്. ഒന്ന് വില്യം വേർഡ്സ്വർത്ത്, ഒരുപക്ഷെ റൊമാൻറ്റിസിസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി 1798 ലിറിക്കൽ ബല്ലാഡ്സ് എന്ന പുസ്തകം സാമുവൽ ടൈലർ കോൾറിഡ്ജുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്തു. ഫ്രഞ്ച് റവല്യൂഷനിൽ വളരെ ആകൃഷ്ടനായിട്ട് ഫ്രാൻസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും അവിടെ കുറച്ചു കാലം ജീവിക്കുകയും അവിടെ ഒരു സ്ത്രീയുമായിട്ട് സ്നേഹത്തിലാവുകയും അതിലൊരു മകൾ ജനിക്കുകയും അതിനുശേഷം ഫ്രഞ്ച് റവല്യൂഷൻ കൂടുതൽ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക്, ക്രൂരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നപ്പോൾ ഈ കാമുകിയെയും മകളെയും ഉപേക്ഷിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന വ്യക്തി. ഇംഗ്ലണ്ടിൽ വന്ന് കൊട്ടാര കവിയായിട്ട് ജീവിതം മുന്നോട്ട് നീക്കുകയും അതിനിടയിൽ സാമുവൽ ടൈലർ കോൾറിഡ്ജിനോട് ചേർന്ന് ഈ പുസ്തകം ഇറക്കുകയും 1800 അതിൻ്റെ രണ്ടാമത്തെ എഡിഷൻ, സെക്കൻഡ് എഡിഷൻ ഓഫ് ലിറിക്കൽ ബല്ലാഡ്സ് പുറത്തിറക്കുകയും അതിലെ പ്രിഫേസിൽ വളരെ കൃത്യമായിട്ട് നിയോ ക്ലാസിക്കൽ പീരീഡിൻ്റെ നിന്നുള്ള മാറ്റവും റൊമാൻറ്റിക് പീരീഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ മറ്റ് പുസ്തകങ്ങളായിട്ടുള്ള പ്രിലൂഡായാലും എക്സ്കർഷൻ ആയാലും വളരെയധികം ആളുകൾ വായിക്കുകയും അതിന് വളരെയധികം അഭിനന്ദനം നേടുകയും ചെയ്തതാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് സാമുവൽ ടൈലർ കോൾറിഡ്ജ്. വളരെ ചുരുങ്ങിയ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലെ പുരോഹിതനായിട്ടുള്ള വ്യക്തിയുടെ 13ാമത്തെ മകനായിട്ട് ജനിക്കുകയും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഒപ്പം കൂടുതലായിട്ടുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗവും അദ്ദേഹത്തെ അൺപോപ്പുലർ ആക്കാനായിട്ട് കാരണമായി. പക്ഷേ സാമുവൽ ടൈലർ കോൾറിഡ്ജ് വളരെ കൃത്യമായി വേർഡ്സ്വർത്തുമായിട്ട് ചേർന്ന് ലിറിക്കൽ ബല്ലാഡ്സ് എന്ന പുസ്തകം പുറത്തിറക്കുകയും അതിൻ്റെ ആദ്യത്തെ പുസ്തകത്തിൽ 1798 എഡിഷനിൽ ഒരു കവിത എഴുതിയ വ്യക്തി 1800 എഡിഷനിൽ 5 കവിതകൾ എഴുതിക്കൊണ്ട് ശ്രദ്ധ ചെലുത്തുകയും അല്ലെങ്കിൽ സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ എഡിഷനിൽ അദ്ദേഹം എഴുതിയ ബയോഗ്രഫിയ ലിറ്ററേറിയ എന്ന പുസ്തകം ഓട്ടോബയോഗ്രഫിക്കലാണ്, പക്ഷെ അത് വളരെ വലിയൊരു ശ്രദ്ധ പിടിച്ചു പറ്റി. കാരണം അതിലാണ് അവരവരുടെ വർക്കുകൾ ഡിവൈഡ് ചെയ്തതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തിനെക്കുറിച്ചിട്ടാണ് കോൾറിഡ്ജ് എഴുതിയത്, എന്തിനെക്കുറിച്ചിട്ടാണ് വേർഡ്സ്വർത്ത് എഴുതിയത് എന്ന് കൃത്യമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ ക്രിസ്റ്റബൽ, കുബ്ല ഖാൻ, ഡിജക്ഷൻ ആൻഡ് ഓഡ്. അതുപോലെ തന്നെ അവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം, കോൾറിഡ്ജ് പറയുന്നു എ പോയിറ്റ് ഈസ് എ പേഴ്സൺ ഹൂ പ്രൊവൈഡ് പ്ലഷർ ത്രൂ ദി മീഡിയം ഓഫ് ബ്യൂട്ടി. ബ്യൂട്ടിയിലൂടെ ആനന്ദത്തെ നൽകാൻ കഴിയുന്നവൻ ആരോ അദ്ദേഹമാണ് കവി എന്ന് അദ്ദേഹത്തിൻ്റെ ഐഡിയ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്ന പോർഷൻ. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക, സേഫായിട്ടിരിക്കുക. താങ്ക് യു.